നമ്പൂതിരി സ്ത്രീകളുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച വിപ്ലവകാരിയും പിറവത്തിന്റെ ആദ്യ ചെയർപേഴ്സണുമായ ഉമാദേവി അന്തർജനത്തിന്റെ 14ാമത് അനുസ്മരണം സംഘടിപ്പിച്ചു. യോഗം CPIM ഏരിയ സെക്രട്ടറി PB രതീഷ് ഉദ്ഘാടനം ചെയ്തു. നമ്പൂതിരി സ്ത്രീകളുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രഥമ സംസ്ഥാന പ്രസിഡന്റും പിറവത്തിന്റെ ആദ്യ ചെയർപേഴ്സണുമായിരുന്ന ഉമാദേവി അന്തർജനത്തിന്റെ 14ാമത് അനുസ്മരണം CPIM ഏരിയ സെക്രട്ടറി PB രതീഷ് ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ തലമുറയ്ക്ക് പോലും കുറെ കൂടി പുരോഗതി നേടിയ, സ്വാതന്ത്ര്യം നേടിയ ഇന്നത്തെ കാലത്ത് പോലും സങ്കല്പിക്കാനോ ചിന്തിക്കാനോ കഴിയാത്ത വഴികളിലൂടെയാണ് ശ്രീ ഉമാദേവി അന്തർജനം ഈ പ്രദേശത്ത് ധീരമായി നമ്മുടെ പതാകയുമേന്തിയുള്ള പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തത്. ഇന്ന് സഖാവിന്റെ ഇന്നലകളിലെ പ്രവർത്തനം ഓർമ്മിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ഓർമ്മകളിലൂടെ പോകുമ്പോൾ, ഇന്ന് ജീവിക്കുന്ന അല്ലെങ്കിൽ ഇന്നത്തെ തലമുറയിൽപ്പെട്ട ഇന്നിവിടെ അനുമോദിക്കപ്പെടുന്ന കുട്ടികൾക്കുൾപ്പെടെ ഇങ്ങനെയൊക്കെ ജീവിക്കാൻ ഒരാൾക്ക് കഴിയുമോ എന്ന് അതിശയത്തോടെ ചിന്തിക്കുന്ന അനുഭവങ്ങളാണ്, അല്ലെങ്കിൽ അത്തരം ദുരിതങ്ങളാണ് സഖാ ഉമാദേവി അന്തർജനം നീന്തിക്കേറിയത്. ലോക്കൽ കമ്മിറ്റി അംഗം KR നാരായണൻ നമ്പൂതിരി അധ്യക്ഷനായ ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർമാൻ KP സലീം പതാക ഉയർത്തി. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ ഇതിനു മുമ്പ് ഉദ്ഘാടകനും അതുപോലെ അധ്യക്ഷനും മറ്റ് ആളുകളും എല്ലാം ആ കാര്യം സൂചിപ്പിച്ചു. നാടിന്റെ പുരോഗതിയുമായി ബന്ധപ്പെട്ട് ഇന്ന് കാണുന്ന ഈ മാറ്റങ്ങൾക്ക് പ്രധാനപ്പെട്ട പങ്കുവഹിച്ച അപൂർവം ആളുകളിൽ ഒരാളായിരുന്നു സഖാവ് ഉമാദേവി അന്തർജനം. സഖാവ് TK ഉമാദേവി അന്തർജനവും ഈ നാട്ടിലെ സാധാരണ ജനങ്ങളുടെ ജീവിത അഭിവൃദ്ധിക്ക് വേണ്ടി നടത്തിയ പോരാട്ടങ്ങളാണ് അവരെ ജനമനസ്സുകളിൽ ഇന്നും നിലനിർത്തുന്നത്. ആ പോരാട്ടത്തിന്റെ പുതിയ ഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാവരെയും ആധുനികമായ ഒരു കാലഘട്ടത്തിൽ കേരളത്തെ വികസിപ്പിച്ചെടുക്കാൻ വേണ്ടി പോകുന്ന പോരാട്ടത്തിൽ ഇന്നലകളിൽ അതെല്ലാം കൈവരിച്ച ഒരു നേട്ടത്തിന്റെ പിന്നീടുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. എല്ലാവർക്കും വിദ്യാഭ്യാസവും, എല്ലാവർക്കും കടപ്പാടവും, എല്ലാവർക്കും തൊഴിലും കിട്ടുന്ന ഒരു സാമൂഹിക അന്തരീക്ഷം ഇന്ന് നമ്മുടെ രാജ്യത്ത് കേരളത്തിൽ മാത്രമാണ്. കൂലിപ്പണിക്കാർ ഏറ്റവും കൂടുതൽ കൂലി മേടിക്കുന്ന ഇന്ത്യ രാജ്യത്ത് കേരളത്തിൽ മാത്രമാണ്. ചടങ്ങിൽ കളമ്പൂർ മേഖലയിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് ക്യാഷ് അവാർഡും മൊമന്റോയും സമ്മാനിച്ചു. വാഹനാപകടത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന കളമ്പൂർ സ്വദേശിക്ക് ധനസഹായവും കളമ്പൂർ പൗർണമി ക്ലബ് വായനശാലയിലേക്ക് പുസ്തകങ്ങളും അനുസ്മരണത്തിൽ വിതരണം ചെയ്തു. CPIM ലോക്കൽ സെക്രട്ടറിമാരായ സോമൻ വല്ലയിൽ, സന്തോഷ് C, കടുത്തുരുത്തി ഏരിയ കമ്മിറ്റി അംഗം KV വർഗീസ്, ഏലിയാമ്മ ഫിലിപ്പ്, MT തങ്കപ്പൻ, KS തോമസ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. സാധാരണ കൃഷിക്കാർക്കല്ല ഭൂമി വീതിച്ച് കിട്ടിയതെല്ലാം ഇപ്പൊ എല്ലാവർക്കും വേണമെന്നില്ല, അവരൊന്നും അവിടെ നിൽക്കണമെന്നില്ല. അതുകൊണ്ട് ഞാനിത് വിശദാംശത്തിലേക്ക് പോകുന്നില്ല. സഖാവ് തൊട്ട് 10-45 വർഷക്കാലത്തെ ഞങ്ങൾ തമ്മിലുള്ള ബന്ധമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ സഖാവ് സൂചിപ്പിച്ച പോലെ മഹിളാ സംഘത്തിന്റെ ആദ്യത്തെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു ഇല്ലേ? മഹിളാ സംഘം രൂപീകരിക്കുമ്പോൾ ആദ്യത്തെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു സഖാവ്. അതുപോലെ കോട്ടയം പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗന്മാരാണ് ദീർഘനാള്. ഞാനത് വിശദാംശത്തേക്ക് എന്നോട് ഞാൻ പറഞ്ഞത്. അങ്ങനെ വരാൻ കാരണം എന്ന് വെച്ചാൽ ഒരു കാലത്ത് ഈ കളമ്പൂര് കോട്ടയം ജില്ലാ കമ്മിറ്റിയിലാണ്. കോട്ടയം ന്യൂസ് ബ്യൂറോ, പിറവം. 3.5 വർഷം മുൻപ് അവളുടെ ആഗ്രഹത്തിന് ഇതുപോലൊരു ലെറ്റർ ഞാൻ കൊടുത്തു. അന്ന് അവൾ എന്നെ നോക്കി ഒന്ന് സന്തോഷത്തോടെ ചിരിച്ചു. ഇപ്പോ അവളുടെ സ്വപ്നങ്ങളും എല്ലാം യാഥാർത്ഥ്യമാക്കി. സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി MBITS എഞ്ചിനീയറിംഗ് കോളേജ്, കോതമംഗലം.